സൗന്ദര്യം കുറവാണ്. മുൻ ഭാര്യയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു. അനീഷിന്റെ പേരിലുണ്ടായിരുന്ന എഫ്ഐആർ. വിവാഹമോചിതനും സ്ത്രീവിരോധിയുമായ കോമണർ എന്ന ടാഗോട് കൂടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരിക്കാൻ അനീഷ് എത്തിയത്. ഇതുവരെ ബിഗ് ബോസ് സീസണുകളിൽ പങ്കെടുത്തിട്ടുള്ള കോമണേഴ്സിൽ 93 ദിവസം ഹൗസിൽ പൂർത്തിയാക്കിയവരില്ല. അനീഷ് കപ്പടിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന പ്രേക്ഷകരും ബിഗ് ബോസിനുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം അനുമോളോട് അനീഷ് നടത്തിയ പ്രപ്പോസൽ കപ്പടിക്കുന്നതിനെ ബാധിക്കുമോ എന്ന സംശയവും ഒരു ഭാഗം പ്രേക്ഷകർക്കുണ്ട്. ഇപ്പോഴിതാ മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ അനുമോളെക്കുറിച്ചും അനീഷിനെ കുറിച്ചുമുള്ള ചില വിവരങ്ങൾ ഉൾപ്പെടുത്തി ചെയ്ത വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത്. കഴിഞ്ഞ 2 ദിവസമായി വിവാഹമോചന സമയത്ത് അനീഷിന്റെ പേരിലുണ്ടായ ഒരു എഫ്ഐആർ പ്രചരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥയെക്കുറിച്ചും പുതിയ വീഡിയോയിൽ സായി കൃഷ്ണ സംസാരിച്ചു. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നില്ലെന്ന് കരുതിയതാണ്. അനുമോളുടെ അന്തം ഫാൻസ് കാരണമാണ് ഇങ്ങനെയൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അനീഷിന്റെ വിവാഹമോചന സമയത്തുണ്ടായ കേസിന്റെ എഫ്ഐആർ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നതിനെ കുറിച്ചാണ്. ഒക്ടോബർ 20 എനിക്ക് ഈ എഫ്ഐആർ കോപ്പി കിട്ടിയിരുന്നു. എന്നിട്ടും ഇന്നേ വരെ ഇതേക്കുറിച്ച് മിണ്ടാതിരുന്നത് കൃത്യമായ കാര്യവും കാരണവും ഉള്ളത് കൊണ്ടാണ്. അത് എടുത്ത് വീണ്ടും ആ കണ്ടസ്റ്റന്റിനെതിരെ ഇടപെടേണ്ട കാര്യമില്ലെന്ന് എനിക്ക് പേഴ്സണലി ബോധ്യപ്പെട്ടിരുന്നു. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് അനുമോൾ അനീഷ് പ്രപ്പോസൽ സീനിനെ കുറിച്ചാണ്. ആ സംഭവത്തിൽ ഒരു 90% അനീഷ് ജെനുവിനാണെന്ന് തോന്നിയിരുന്നു. 10% മാത്രമാണ് ഗെയിമായി തോന്നിയത്. എന്നാൽ അനീഷിനെ ഈ ട്രാപ്പിൽ കൊണ്ടുപോയിട്ടത് അനുമോളാണ് എന്നത് അനുവിന്റെ അന്ധ ഫാൻസിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പുറത്തെ ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ചിന്തയുള്ള അനുമോളാണ് അനീഷിനോട് ലവും ഹാർട്ടും ഒക്കെ കാണിച്ച് അനീഷിനെ ഇമോഷണൽ ട്രാപ്പിൽ വീഴ്ത്തിയത്. അനീഷിന്റെ പേരിൽ പ്രചരിക്കുന്ന എഫ്ഐആറിനെ കുറിച്ചാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. 2019 കല്യാണബന്ധം വേർപ്പെടുത്തുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള എഫ്ഐആർ ആണ്. സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് മാനസികമായും ശാരീരികമായും അനീഷ് തന്നെ പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്നാണ് യുവതി പറഞ്ഞിരുന്നത്. ഡിവോഴ്സിന് മുമ്പ് ഇങ്ങനെ ഒരു യൂഷ്വൽ സാധനം പൊതുവെ ഇറങ്ങാറുണ്ട്. 2021 ഈ കേസിൽ ഇവർക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ചിരുന്നു. സെറ്റിലായ കേസാണിതെന്നും സായി കൃഷ്ണ പറഞ്ഞു. അതേസമയം അനീഷിന്റെ പ്രപ്പോസൽ അനുമോൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല.